ഇത് കാണുന്നവർ ഇന്ത്യ ന്യൂസിലൻഡ് കളി കാണാൻ വേണ്ടിയിട്ട് ഇന്നിവിടെ കഴക്കൂട്ടത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ടിക്കറ്റ് വെച്ചിട്ട് കൺസ്യൂമർ കോർട്ടിൽ നിങ്ങൾക്കൊരു പരാതി കൊടുക്കാം. നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടിയില്ല എന്ന്. ഇപ്പം നിങ്ങളുടെ ഇവിടെ എങ്ങനെ ആയിരുന്നു എന്നറിയില്ല. ഞാൻ 17ാമത്തെ ഗേറ്റിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ താഴെയും വന്ന് നോക്കി, അവിടെയും വെള്ളമില്ലായിരുന്നു. ആ വെള്ളമില്ലാത്തതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കാം. നമ്മൾ സ്റ്റേഡിയത്തിലോട്ട് കയറി വരുമ്പോൾ ഇവർ നമ്മുടെ കയ്യിലുള്ള കുപ്പിവെള്ളങ്ങൾ മൊത്തം വാങ്ങിച്ച് ഡസ്റ്റ്ബിന്നിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾ വന്നവരാണല്ലോ. അതിൻ്റെ അർത്ഥം അകത്ത് വെള്ളം കിട്ടണമെന്നുള്ളതാണ്. ഇപ്പം തിയേറ്ററിൽ തന്നെ ഞാനൊരു കോഡ് ന്യൂസ് വായിച്ചത് ഓർക്കുന്നു. തിയേറ്ററിൽ സൗജന്യമായിട്ടുള്ള വെള്ളം കൊടുക്കണമെന്നുള്ളൊരു കോഡ് ന്യൂസ് വെച്ച് വായിച്ചത് ഞാൻ ഓർക്കുന്നു, ഒരു ന്യൂസ് വായിച്ചത് ഓർക്കുന്നു. ആ ലോജിക്ക് വെച്ച് ഉറപ്പായിട്ടും ഇവർ അകത്ത് വെള്ളം പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ പ്രത്യേകം ഒരു റീസൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണത്? ക്യാമ്പാക്കോള. അത് കൃത്യമായിട്ടുള്ള അഴിമതിയാണ്. ഈ 10, 10,000, 20,000 എത്ര പേര് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതിൻ്റെ ക്രിക്കറ്റിൻ്റെ വലിയ ഫോളോവർ ഒന്നുമല്ല. എത്ര പേര് ഉൾക്കൊള്ളും? ഏതായാലും 10,000, 20,000, 10, 30, 35,000 പേരുണ്ടല്ലോ. ഇവർക്കെല്ലാം വേണ്ട വെള്ളം ഇവിടെ എൻഷുർ ചെയ്യേണ്ടതാണ്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ളതിൽ 10, 10,000 പേരിരിക്കുന്നവരുടെ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ളത് 4, 5 ക്യാനുകൾ മാത്രമാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 10 ക്യാന്. അത് ഫുള്ള് തീർന്നു. അത് വീണ്ടും നിറയ്ക്കുന്നില്ല. ഇവരെന്നാ മറ്റേ ഈ ടോണിക്ക് കുടിക്കുന്ന പോലെയാണ് വെള്ളം കുടിക്കുക എന്ന് വിചാരിച്ചോ നമ്മൾ? അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് കൃത്യമായിട്ടുള്ള അഴിമതിയാണ്. ക്യാമ്പാക്കോളയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ക്യാമ്പാക്കോള വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടാവുമല്ലോ. ഇവിടെ വന്നവരോടാണ് പറയുന്നത്. 50 രൂപ ഒരു ഗ്ലാസ്സിന് 50 രൂപ വെച്ച് നമ്മൾ ക്യാമ്പാക്കോള വാങ്ങി കുടിച്ചു. അത് മുക്കിന് അവർ ഈ ഔട്ട്ലെറ്റ് പോലെ തുറന്നിട്ടുണ്ടായിരിക്കും. അവർ സ്പോൺസർ എന്ന് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരിവിടെ ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് അവർ എൻഷുർ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ വെള്ളം ഉണ്ടാവരുത് എന്നുള്ളത്. അത് അവർ എൻഷുർ ചെയ്തു. അതിലവർ വിജയിച്ചു. അവരത്രയും വിജയം കണ്ടു എന്ന് പറയാം. അങ്ങനെ അവസാനം കളി തീരാറായപ്പം കുറച്ച് മലയാളികളൊക്കെ ഇടപെട്ടു. ഇങ്ങനെ വൈത്താളം അടിക്കുന്നവരാണല്ലോ, അല്ലാതെ ഇടപെടുന്ന കുറച്ച് പേരുണ്ടല്ലോ. അവരിടപെട്ട് ക്യാമ്പാക്കോള ഉപരോധിച്ച് സമരം സ്ട്രൈക്ക് പോലെ ചെയ്ത് അവർ ക്യാമ്പാക്കോളയുടെ ക്യാബിനിൽ നിന്ന് കുറച്ച് പേര്, എല്ലായിടത്തും നടന്നു എന്നല്ല, ഞാൻ നിന്നിടത്ത് നടന്നു, അവർ വെള്ളം എടുത്തു കുടിച്ചു. അതേതായാലും അതിന് നേതൃത്വം കൊടുത്തവരോ അല്ലെങ്കിൽ അതെടുത്തുകൊണ്ട് പോയവരോ ഒക്കെ ഭയങ്കര താങ്ക്സ് കേട്ടോ. ഒരു മിനിറ്റ് കൂടെ. ഇവരിനിയിപ്പം വെള്ളം, ഡ്രിങ്കിങ് വാട്ടർ അവിടെ പൈപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് പോലും ചെയ്തിട്ടില്ല. ഒന്നും പറയാനല്ലേ.